ജീവിതം ഒരു മരുഭൂമി പോലെ ആണോ? നിരാശപ്പെടരുത്. അത്ഭുതങ്ങളുടെ ദൈവം നിങ്ങൾക്കരികിൽ തന്നെ ഉണ്ട്. ഉൽപ്പത്തി 21:19. ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു നീരുറവ കണ്ടു. ജീവിത പ്രശ്നങ്ങളുടെ മരുഭൂമിയിൽ ചുട്ടുപൊള്ളുമ്പോൾ പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ, ആശ്വാസത്തിൻ്റെ നീരുറവ നിങ്ങൾക്കരികിൽ തുറക്കപ്പെടുന്ന ദൈവം അരികിൽ ഉണ്ട്. എങ്ങനെയാണ് ജീവിതം ഒരു മരുഭൂമിയായി രൂപാന്തരപ്പെടുന്നത്? ഒന്ന്, പ്രതീക്ഷകൾ തകർന്ന് ബന്ധങ്ങൾ അകലുമ്പോൾ. ഒരു വാക്യം ശ്രദ്ധിക്കുക. ഉൽപ്പത്തി 21:9. മിസ്രയീം ദാസി ഹാഗർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ടു. ഇവരെ പുറത്താക്കുക അബ്രഹാമിനും അനിഷ്ടമായി. ജീവിതം ഒരു മരുഭൂമി ആയാൽ നമ്മിൽ വരുന്ന മാറ്റങ്ങൾ എന്ത്? 4 കാര്യങ്ങൾ. ഒന്ന്, ഭൗതിക മേഖലകൾ ശൂന്യമാകുന്നു. തുരുത്തിയിലെ വെള്ളം തീർന്നുപോയി എന്ന് വായിക്കുന്നു. 2, മുൻപിലെ എല്ലാ വഴികളും ഇരുൾ മൂടിയതുപോലെ ആകുന്നു. ഹാഗർ ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു എന്ന് വചനം രേഖപ്പെടുത്തുന്നു. 3, ഉറ്റ ബന്ധങ്ങളെ വെറുക്കുന്നു. അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിൽ ഇട്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 4, ജീവിക്കുവാനുള്ള ആശ നഷ്ടപ്പെടുന്നു. മരുഭൂമിയിലെ അനുഭവങ്ങളിൽ പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ ദൈവിക ഇടപെടൽ ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ ദൂതൻ ഹാഗറിനെ വിളിച്ചു. ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു നീരുറവ കണ്ടു. മരുഭൂമിയുടെ അനുഭവങ്ങൾ വരുമ്പോൾ തളർന്നു പോകരുത്, പരിഭ്രമിക്കരുത്, നിരാശപ്പെടരുത്. എല്ലാം അസ്തമിച്ചു എന്ന് ചിന്തിക്കരുത്. അതിരുകളില്ലാത്ത വിശാലതയിലേക്ക് ദൈവം നിങ്ങളെ നടത്തുകയാണ്.